അമ്പലങ്ങളിൽ മാത്രമല്ല പട്ടികൾ പോയി പ്രാർത്ഥിക്കുന്നത്, പള്ളിയിലും കണ്ടോ പ്രാർത്ഥനയ്ക്ക്. സൺഡേ പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പുറത്തിരുന്നാ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം, ഇത്രയും മാലോകർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാവൽ നിൽക്കണം എന്നാണ് പുള്ളി പറയുന്നത്. പ്രാർത്ഥന കഴിഞ്ഞു. നിന്റെ പേരെന്താ? മിടുക്കനാണ് കേട്ടോ. എല്ലാവർക്കും കാവല്. എല്ലാ സൺഡേയും പള്ളിയിൽ വരണം കേട്ടോ. വെരി ഗുഡ്. ഞാൻ അകത്തൊന്നും കയറി ഡിസ്റ്റർബ് ആക്കുന്നില്ല. ഇന്ന് കുർബാന നടക്കുന്നതാണ്. എനിക്ക് കുർബാനയ്ക്ക് പങ്കെടുക്കണം. എൻ്റെ ആത്മീയ ഭക്ഷണമാണ് ദിവ്യകാരുണ്യ ബലി എന്നാണ് അവൻ പറയുന്നത്. കുർബാന കഴിഞ്ഞു കേട്ടോ. ഞാൻ പോവുകയാണേ. അവിടെ കിടന്നു എല്ലാവരും. ഈ പള്ളിയിലെ ഇന്ന് ദിവ്യബലിക്ക് വന്ന ഓരോ വ്യക്തിയും പോയതിന് ശേഷം മാത്രമേ ഞാൻ തിരിച്ചു പോകൂ. എൻ്റെ ഉത്തരവാദിത്തമാണ് ഈ കാവൽ. സൺഡേയിലെ കുർബാന എന്ന് പറയുന്നത്. നോക്കിയേ, നീ വീഡിയോ എടുക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ. കുർബാന എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഓക്കെ, കണ്ടോ? അതാണ് അതിൻ്റെ ദൃഢനിശ്ചയം. കണ്ടോ? ഞാനിവിടെ വന്നിട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യാനല്ല നോക്കിയത്. കുർബാന കൂടിക്കോട്ടെ, പക്ഷെ അത് പോവില്ല. കണ്ടോ? അപ്പം മനുഷ്യരെക്കാളും എത്രയോ നല്ല മൃഗങ്ങളാണ് അറിവുള്ളതെന്ന് മനസ്സിലായോ? അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ കുർബാനയും അതുപോലെ തന്നെ അമ്പലങ്ങളിലെ വഴിപാടിനും എല്ലാത്തിനും കാവൽ നിൽക്കുന്ന പട്ടികളുണ്ടെന്ന് വീഡിയോ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത് കറക്റ്റല്ലേ? എത്രയൊക്കെ പറഞ്ഞാലും കുർബാന ഇച്ചിരും കൂടെ എല്ലാവരും പോയി കഴിയാതെ ഞാൻ പോവില്ല. അമ്മേ നിങ്ങൾ പൊക്കോ എന്നാണ് പറഞ്ഞത്. അപ്പം മനുഷ്യർക്ക് പോലും ഇത്ര ഉത്തരവാദിത്വമില്ല. അതാണ് മൃഗങ്ങൾ. ഡോഗിസേ പ്രഷ്യസ് അനിമൽ. ഡോഗിസേ കൈൻഡ് ഹാർട്ടഡ്, ഹൗസ് കീപ്പിംഗ്, സെക്യൂരിറ്റി. കണ്ടില്ലേ? രാവിലെ ബേക്കറികളൊക്കെ തുറന്നു. രാവിലെ കയറി ഉണക്കമുന്തിരി വാങ്ങിയാലോ? വേണ്ട, ഇന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുകയാണെങ്കിൽ അനീമിയ ഒക്കെ വളരെ പെട്ടെന്ന് കുറയും. അപ്പോൾ ഉണക്കമുന്തിരി, നെല്ലിക്ക, കുക്കുംബർ, നാരങ്ങ, ഇഞ്ചി, ഈ വക സാധനങ്ങൾ, നേന്ത്രപ്പഴം എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. എന്താന്ന് ചോദിച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ കൂടിക്കൂടി വരുന്നു. എല്ലാവർക്കും കൊളസ്ട്രോളും പ്രഷറും ടെൻഷനും ആദിയും വിശ്വാസക്കുറവും. പണ്ടുള്ള കാലത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു പോയാൽ, നമ്മുടെ പൂർവികരെ കണ്ടുപഠിച്ചാൽ കുറച്ചുകൂടെയൊക്കെ നമ്മുടെ ആരോഗ്യം ആയുസ്സുമൊക്കെ നമുക്ക് വീണ്ടെടുക്കാം. പിന്നെ നമ്മളുടെ ബോഡി മൂവ്മെൻറ്റ്സ്, എക്സർസൈസുകൾ, ഫുട്ബോൾ, വോളിബോൾ, കബഡി, ഷട്ടിൽ, ക്രിക്കറ്റ്, തിരുവാതിരകളി, ഒപ്പനകളി, പണ്ടത്തെ കുട്ടികളുടെ കളികൾ, സാറ്റ്, ഇതൊന്നും ഇപ്പം കാണാനില്ല. ഇപ്പോൾ എല്ലാവരും ഫ്ലാറ്റിനകത്ത് അടച്ചിരിക്കുക. അല്ലെങ്കിൽ പിള്ളേരാണേലും 24 hours ട്യൂഷനും ക്ലാസ്സും മൊബൈലും ആയിട്ടിരിക്കുന്നു. പ്രകൃതിയിലേക്ക് ഇറങ്ങി. ചിങ്ങമാസം വരവാണല്ലോ. ചിങ്ങമാസം പൊന്നിൻ ചിങ്ങം വരവായി. ശരിക്കും പറഞ്ഞാൽ കർക്കിടകമാണെന്നൊരു ഫീലിങ് ആർക്കും ഇല്ല എന്ന് തോന്നുന്നു. കാലാവസ്ഥ തന്നെ മാറിപ്പോയിരിക്കുന്നു. കാലാവസ്ഥയ്ക്കും വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. കർക്കിടകത്തിൻ്റെ ഫീലൊക്കെ ഇല്ല. കർക്കിടക മാസം ആണോ എന്ന് ചോദിക്കുക ചിലവർ. ആർക്കും അറിയുന്നില്ല.
എങ്ങോട്ടാണ് ഈ പോക്ക്? സാമ്പത്തിക പ്രതിസന്ധി, യുദ്ധം, അശാന്തി എന്ന് വേണ്ട, നമ്മുടെ കുട്ടികളും സഹോദരങ്ങളും ഒക്കെ ജോലിക്കും ഉപജീവനത്തിനുമൊക്കെ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി പോയവരില്ലേ, അവർക്കൊക്കെ പ്രതികൂലമായി ഭാവിക്കുന്ന യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ലോകസമാധാനം കൈവരിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചില സ്ഥാപനങ്ങളൊക്കെ പണ്ടത്തെ ആചാരങ്ങളൊക്കെ പിന്തുടർന്നു പോകുന്നത് ഈ പുറംനാട്ടുകരയിലുണ്ട് കേട്ടോ. വ്യാസപീഠം, ശ്രീ ശാരദ മഠം, ഹിന്ദുക്കളുടെ ഒരു വനിതകളുടെ ഒരു മഠമാണിത്. അവർക്ക് സ്കൂളും ഉണ്ട്, ശ്രീ ശാരദാ മാതാ അവിടെ. കർണാടകര ഗേൾസ് ഹൈസ്കൂളുണ്ട്. നല്ല മനോഹരമായ ചെടികളാൽ, അതുപോലെ തന്നെ ഇവിടെ ബോയ്സ് സ്കൂളുണ്ട്. അത് മറ്റേ ആചാര്യന്മാരുടെയാണ്. കുർണാട്ടുകര എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധിയും പുരോഗതിയുടെ പാതയിലേക്കും എത്തിയ ഒരു പഞ്ചായത്താണ് തൃശ്ശൂർ ജില്ലയിൽ. അങ്ങനെ ഞാനും ഇവിടെ എത്തപ്പെട്ടു. അടാട്ട് പഞ്ചായത്ത്, കുർണാട്ടുകര. ഇവിടെ കേന്ദ്രീയ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നതിനാൽ അധികം ആൾക്കാരും ഇവിടേക്ക് സ്ഥലം വാങ്ങി വീട് വാങ്ങി സെറ്റിലാവുന്നവരുണ്ട്. ഇതാണ് ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിർ HSS. ഇവിടെയാണ് ഇലക്ഷൻ വോട്ടിങ്ങും ഒക്കെ. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിക്കുന്നു. ആർക്കും ഒരു ഉത്സാഹവും ഇല്ല, ഒന്ന് വിയർക്കുക പോലുമില്ല. പിന്നെ നമ്മുടെ സൂര്യൻ പറയുന്നത് ഇത് സ്കൂളാണ്, ശ്രീ ശാരദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അണ്ടർ ശാരദ മാതാ, എയ്ഡഡ് സ്കൂളാണ്, ഗവൺമെൻറ്. അങ്ങനെ ഇന്നത്തെ സൺഡേയിൽ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. എല്ലാ നല്ലവരായ സബ്സ്ക്രൈബേഴ്സിനും നല്ലൊരു സൺഡേ ആശംസിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആയുരാരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥനയും കർക്കിടക ചികിത്സയും എല്ലാം ചെയ്യുക. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പ്ലീസ് വാച്ച്, സബ്സ്ക്രൈബ്, ഷെയർ യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.